ഇപ്പോൾ എക്സ് ആൻഡ് വൈ അടുത്തൊരു അക്കാഡമിക് ഇയറിലോട്ട് കടക്കാൻ പോവുകയാണ്. നമ്മുടെ ക്ലാസ്സസ് മാർച്ച് 23 നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലോട്ടുള്ള ക്ലാസ്സസ് മാർച്ച് 23 ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വെൽക്കം കിറ്റ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്താണെന്നുള്ളത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് തന്നെ അറിയില്ല അത് മുഴുവൻ എന്താണുള്ളത്. ബുക്സ് ഉണ്ട്, ബുക്സ് അല്ലാതെ എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല. ആദ്യം തന്നെ ഒരു വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഫാമിലി ഒരു ലെറ്റർ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ദ ബോക്സ് ഈസ് മോർ ദാൻ ജസ്റ്റ് എ ഗിഫ്റ്റ് എന്നുള്ളതാണ്, റൈറ്റ്? അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന എല്ലാ കുട്ടികളും ഒരു വീഡിയോ എടുക്കണം, എന്നിട്ട് എക്സ് ആൻഡ് വൈ ടീമുമായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റാണ്. അത് ഞാൻ ഈ വീഡിയോയോട് കൂടി പറയാണ്. ഓക്കെ, റൈറ്റ്? നിങ്ങൾ എല്ലാവരും ഇത് അൺബോക്സ് ചെയ്ത് കാണാൻ നമുക്ക് താല്പര്യമുണ്ട്. സോ ദിസ് ഈസ് അവർ ബോക്സ്. എൻ്റെ ഫോട്ടോ ഉണ്ട്. നമ്മുടെ ഫാക്കൽറ്റീസ് ബാസിൽ സാർ, ലത മാം, ഷഫീർ സാർ, നിയാസ് സാർ എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട്. അതോടൊപ്പം സൈഡിൽ ഇപ്രാവശ്യം നമ്മുടെ ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസ് ഉണ്ട്. ഇപ്പോൾ അസാൻ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ്, ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡ് വിന്നറാണ്. ഇപ്പുറത്തെ സൈഡിൽ പൂജ RMO ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് കൂടി ഈ ഒരു ഇതിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം അല്ലേ ഇനി എന്താണ് എന്നുള്ളത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബോക്സ് ആണിത്, റൈറ്റ്? നല്ല പാക്കിംഗ് ആണ്, നല്ല അടിപൊളി ഒരു പാക്കിംഗ് ആണുള്ളത്. യെസ്, അപ്പോൾ നമ്മൾ ബോക്സ് തുറക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ബുക്സിനൊക്കെ മുമ്പ് നല്ലൊരു പൗച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ എക്സ് ആൻഡ് വൈ ലേണിംഗ് ആക്ച്വലി ഇത് തുണിയിലൊക്കെ സോറി നൂലുകൾ വെച്ചിട്ട് തന്നെ എന്താണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു പൗച്ച് ഉണ്ട്. നമുക്ക് സ്കൂൾസിലോട്ടൊക്കെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്ന അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൗച്ചാണ്. 3 സിബുകളൊക്കെ ഉണ്ട്, റൈറ്റ്? യെസ്, ഓക്കെ. ഇതെന്താണ്, ഒരു ലഞ്ച് ബോക്സ് ആണെന്നാണ്, അല്ലെങ്കിൽ ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, യെസ്, നമുക്ക് ചെറിയ ലഞ്ച്, അതിൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന അഗെയിൻ എക്സ് ആൻഡ് വൈ ഉള്ള ഒരു ചെറിയൊരു കുഞ്ഞി ബാഗാണ്. നല്ല അടിപൊളി സംഭവമാണുള്ളത്, റൈറ്റ്? യെസ്. അപ്പോൾ ഒരു പൗച്ചും അതേപോലെ തന്നെ നമുക്കൊരു ലഞ്ച് ബോക്സ് കാരിയറും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ളത് യെസ്, ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫോർമുലാസ്, മാത്സിലുള്ള ഫോർമുലാസ് അടങ്ങിയിട്ടുള്ള നല്ല വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് ഇതിലുള്ളത്. ഓക്കെ, ഇനി ഇതേ കാര്യം തന്നെ ഫിസിക്സിലുണ്ട്. ഫിസിക്സ് അല്ലേ? യെസ്, ഫിസിക്സിലും അൾട്ടിമേറ്റ് റിവിഷൻ ചാർട്ട്, ഫിസിക്സിലെ റിവിഷൻ ചാർട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു 1 പേജിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫിസിക്സിലുണ്ട്. അതേപോലെ തന്നെ യെസ്, ഇതൊരു കരിയർ ഗൈഡാണ്. ഓക്കെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സാംസ് ഏതെല്ലാമാണ്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ അവരുടെ ഒരു വാളിലൊക്കെ, അവർ പഠിക്കുന്ന വാളിലൊക്കെ അടിപൊളിയായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്ന, ലൈക്ക് അവർ ഡ്രീം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നല്ലൊരു കരിയർ ഗൈഡ് ഇതിലുണ്ട്. പിന്നുള്ളത് നമുക്ക് നോക്കാം, ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് ബയോളജിയിലെ റിവിഷൻ ഷീറ്റാണ്. നമുക്ക് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ടീം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സംഭവം ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, ഇതാ നമ്മുടെ ഒരു എക്സ് ആൻഡ് വൈ മാൻ പറക്കുന്നതും, പിന്നെ നമ്മുടെ ഹ്യൂമൻ ഹാർട്ട്, നെർവസ് സിസ്റ്റം, എല്ലാ സംഭവങ്ങളും നല്ല ഭംഗിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സംഭവം ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇനിയുണ്ട്, ഇത് തീർന്നില്ലല്ലോ. ഇത് കെമിസ്ട്രി റിവിഷൻ ചാർട്ടാണ്. കെമിസ്ട്രി റിവിഷൻ ചാർട്ടിൽ മിക്സ്ചേഴ്സ്, ഫിസിക്കൽ കെമിസ്ട്രി, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, മോൾ കൺസെപ്റ്റ്, ഓർഗാനിക് കെമിസ്ട്രി, എല്ലാ സംഭവങ്ങളും. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, വളരെ കളർഫുൾ ആയിട്ട് അവരുടെ ടേബിൾസിലോ അല്ലെങ്കിൽ അവരുടെ വാൾസിലൊക്കെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇത് കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്താണ്, അതിൻ്റെ ഒരു പുതിയ വേർഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ ആളുകളുണ്ടാവും പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിൾ കുറച്ചുകൂടി എന്താ പറയുക, ഇതിൻ്റെ ഒരു യൂസസ്, ഓരോ എലമെന്റ്സിൻ്റെ യൂസസ് ഒക്കെ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടി മെൻഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ല അടിപൊളി പീരിയോഡിക് ടേബിൾ ആണ്. കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഇത്ര 1 2 3 4 5 6 ഷീറ്റ്സ് ഉണ്ട് അവർക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്റ്റിക്ക് ചെയ്യാവുന്ന, റൈറ്റ്? തീർന്നില്ല. അടുത്തത് എക്സ് പ്ലാൻ വൈ സ്റ്റുഡൻറ് ജേണൽ. ഓക്കെ, നമ്മുടെ ഇത്തവണത്തെ വലിയൊരു പുതിയൊരു സംഭവമാണ് എക്സ് പ്ലാൻ വൈ സ്റ്റുഡൻറ് ജേണൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെൻറ്റർ രേഖപ്പെടുത്താൻ, അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ടാർഗറ്റ് എക്സാം ഗോൾസ്, ഓക്കെ, നിങ്ങളുടെ ഒരു ഡ്രീം കോളേജിൻ്റെ ഫോട്ടോ സ്റ്റിക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു മന്ത്ലി പ്ലാനർ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത്, റൈറ്റ്?
പിന്നെ ഓരോ ദിവസവും ബയോളജിയിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ നമ്മൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 വർക്ക് ബുക്സ് കംപ്ലീറ്റ് ചെയ്തോ, യൂണിറ്റ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തോ, ഇതെല്ലാം ട്രാക്ക് ചെയ്യാനുള്ള ഒരു അടിപൊളി പ്ലാനർ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു ലേണിംഗ് ജേർണി എൻഹാൻസ് ചെയ്യുന്ന റൈറ്റ്. അതേപോലെ തന്നെ ഓരോ ടെസ്റ്റിലും നിങ്ങളുടെ മാർക്കുകൾ പ്ലോട്ട് ചെയ്യാനുള്ള ഒരു ഗ്രാഫ് ഉണ്ട് ഇതിൽ. ഓക്കെ, 10% മുതൽ 100% വരെ ഒരു 10 ടെസ്റ്റിൽ എവിടേക്ക് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് പ്ലോട്ട് ചെയ്യാനുള്ള ഗ്രാഫ് ഉണ്ട്. ക്വാർട്ടർലി എക്സാമിനുള്ള പ്ലാനർ ഉണ്ട്, ഹാഫ് ഇയർലി എക്സാമിനുള്ള പ്ലാനർ ഉണ്ട്, എക്സ്പെക്ട് എക്സാം നിങ്ങളുടെ ഏറ്റവും ഫൈനൽ എക്സാം ആയിട്ടുള്ള എക്സ്പെക്ട് എക്സാമിനുള്ള പ്ലാനർ ഉണ്ട്. ഓക്കെ റൈറ്റ്, യെസ്. അപ്പോൾ പിന്നെ ഇതാ ഓരോ സബ്ജക്റ്റ് ഏതൊക്കെ ദിവസം എന്തെല്ലാം പഠിച്ചു, നിങ്ങളുടെ ഒരു ഡിജിറ്റൽ ടൂൾ ബോക്സിനുള്ള സ്കാനേഴ്സ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. ഇതിൽ എൻ്റെ ഫോട്ടോയും ഉണ്ട്. ഓക്കെ, പിന്നെ യെസ്, പിന്നെ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ എഴുതാവുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഇത് ബൈൻഡഡ് ആയിട്ടുള്ള ഒരു 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 അടിപൊളി പുസ്തകമാണിത്. റൈറ്റ്, സോ ഇത് ഡെഫിനറ്റ്ലി ഈ വർഷത്തെ എന്താ പറയുക ഒരു വർത്തി ഐറ്റം തന്നെയാണ്. ഓക്കെ റൈറ്റ്, ഇനി ഇപ്പം ഇത്രയും കാര്യങ്ങളായി. നമ്മുടെ ബുക്സ് ആണ്. ബുക്സിൽ വരുന്ന ബുക്സ് അല്ലാതെ ഇതാ പുതിയൊരു സംഭവം കൂടി ഉണ്ട്. ഇതെന്താണ്? ഇതൊരു മൊബൈൽ ഫോൺ ഹോൾഡർ ആണ് അല്ലേ. നിങ്ങൾക്ക് മൊബൈൽ ഫോൺസ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്ന ഒരു ഹോൾഡർ, X&Y ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ നിങ്ങൾ ടേബിളിൽ വെക്കാവുന്ന, ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ ഫോണിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളതുണ്ട്. റൈറ്റ്, ഈ ബുക്സ് ആണ്. ഇത് അഡീഷണൽ ബുക്ക്ലെറ്റ് ആണ്. ഇന്ന് സിലബസ് ചേഞ്ചസുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ ബയോളജിയുടെ അഡീഷണൽ ബുക്കാണ്. അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ ബുക്സ് ഉണ്ട്, പാർട്ട് 1, പാർട്ട് 2 ബുക്സ് ഉണ്ട്. അപ്പോൾ X&Yയുടെ ബുക്സിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. X&Yന്റെ പുസ്തകം എന്നുള്ളത് കേവലം ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല, നേരെ മറിച്ച് ഇത് നോക്കിയേ, ഇതിലൊരു കൺസെപ്റ്റ് മാപ്പ് നിങ്ങൾക്കുണ്ട് ഓരോ ചാപ്റ്ററിലെയും. അതേപോലെ തന്നെ ഇനി ഓരോ ചാപ്റ്ററും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് ആദ്യം സോൾഡ് എക്സാമ്പിൾസ് ഉണ്ടാവും. പിന്നെ ലെവൽ 1 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെവൽ 1 നിങ്ങളുടെ സ്കൂൾ ലെവൽ കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു പോകും. പിന്നെ ലെവൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഒരു എൻട്രൻസ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ലെവൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെവൽ 3 ക്വസ്റ്റ്യൻസിൽ ഒന്നുകൂടി ഡീപ്പർ ആയിട്ട് പ്രോബ്ലി ഒരു JEE നീറ്റ് അല്ലെങ്കിൽ ഒളിമ്പ്യാഡ് ലെവലൊക്കെ പോകുന്ന ക്വസ്റ്റ്യൻസ്, വർക്ക് ബുക്സ് എന്താണ് ഇതിൽ ആഡഡ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും സൊല്യൂഷൻസ് എന്താണ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പം എല്ലാ ചാപ്റ്ററും നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രിയുടെ 2 പാർട്ട് ബുക്സ് ഉണ്ട്. ഇത് ക്ലാസ് 10ൻ്റെതാണ് റൈറ്റ്. അതേപോലെ തന്നെ ഗ്രേഡ് 10 ഇത് ഗ്രേഡ് 10ൻ്റെ അഡീഷണൽ ബുക്ക്ലെറ്റ് ആണ്. അപ്പോൾ ഇതിൽ പല സബ്ജക്ട്സ് ഈ പറഞ്ഞ പോലെ ബയോളജിയിൽ, അതേപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഇതിലെല്ലാം ഉള്ള അഡീഷണൽ ചാപ്റ്റേഴ്സ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇതൊരു അഡീഷണൽ ബുക്ക്ലെറ്റ് ആയിട്ട്, അതായത് നമ്മൾ സിലബസ് മാറ്റുന്നതിനനുസരിച്ച് തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 9th-ലും 7th-ലൊക്കെ ഇപ്പോൾ പുതിയ എന്ത് ചെയ്തിട്ടുണ്ട്, സിലബസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സിലബസ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് പ്രൊആക്റ്റീവ് ആയിട്ട് നമ്മുടെ ഫാക്കൽറ്റീസും നമ്മുടെ അക്കാഡമിക് ടീമും ഇതിൽ വർക്ക് ചെയ്തിട്ട് പുതിയ ലെസൺസ് എന്ത് ചെയ്യുന്നുണ്ട്, തയ്യാറാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫിസിക്സിൻ്റെ ബുക്ക് എന്നുള്ളത്. ഫിസിക്സിലും ഇതേപോലെ തന്നെ നമുക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഡീപ്പായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു കുട്ടിയുടെ ലേണിംഗ് എന്നുള്ളത് ഏറ്റവും മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ബുക്സ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾ നോക്കിയപ്പോൾ ഒരു റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. ലെവൽ 1 നമ്മൾ സ്കൂൾ ലെവൽ കഴിഞ്ഞ് ലെവൽ 2 പോയി. ലെവൽ 2 കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് ചെയ്ത് റൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യുന്ന ഒരാൾ ഗ്രേഡ് 12 കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. കാരണം ആ ഒരു ലെവലിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പഠിച്ചു പോകുന്നുണ്ട് റൈറ്റ്. ലെവൽ 3 കുറച്ചുകൂടി KVPY ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം എന്താണ് നമുക്കിവിടെ ആക്ച്വലി അവൈലബിൾ ആണ് റൈറ്റ്. അതേപോലെ തന്നെ നമുക്ക് മറ്റു ബുക്സ്, ബയോളജിയുടെ ബുക്ക് ഗ്രേഡ് 10ൻ്റെ പുസ്തകം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മാത്സിന് നിങ്ങൾക്കറിയാം, മാത്സിന് X&Yയിൽ ബുക്സ് ഉണ്ട്. 3 ബുക്സ് മാത്സിൻ്റെതായിട്ടുണ്ട് റൈറ്റ്. അപ്പോൾ ഗ്രേഡ് 10 പാർട്ട് 1, പാർട്ട് 2 ബുക്സ് ഉണ്ട്. ഈ പാർട്ട് 1, പാർട്ട് 2 ബുക്സിൽ സോൾഡ് എക്സാമ്പിൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമുക്കൊരു സെപ്പറേറ്റ് വർക്ക് ബുക്ക് ഉണ്ട്. മാത്സ് ഒന്നുകൂടി ഡീപ്പായിട്ട് പോകാൻ നമുക്ക് സെപ്പറേറ്റ് വർക്ക് ബുക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ മാത്സ് മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാത്സിലുള്ള ടോപ്പിക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൽ അറൗണ്ട് 25 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 25 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർ സ്കൂളിൽ പഠിക്കുന്ന, ഇപ്പോൾ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ പോളിനോമിയൽസ് ഒക്കെ അവർ സ്കൂളിൽ പഠിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ സെറ്റ് തിയറി നോക്കിയേ, സെറ്റ് തിയറി ആക്ച്വലി ക്ലാസ് 11ലാണ് ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നത്. പക്ഷേ X&Yയിലെ സ്റ്റുഡൻറ്റ് ക്ലാസ് 10ൽ തന്നെ സെറ്റ് തിയറി പഠിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ക്ലാസ് 12ലാണ് പഠിക്കുക.
പക്ഷേ XNYയിൽ ക്ലാസ് 10th തന്നെ നമ്മൾ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് പഠിക്കുന്നുണ്ട്. ട്രയാങ്കിൾസിൽ അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി, അഡ്വാൻസ് ട്രിഗ്നോമെട്രി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രോബബിലിറ്റി, ഇൻട്രൊഡക്ഷൻ ടു കാൽക്കുലസ്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ടു കാൽക്കുലസ് നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു സാമ്പിൾ ഞാൻ എടുക്കാം. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു കാൽക്കുലസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതവിടെ ചെറിയ ഇൻ്റഗ്രേഷനും ലിമിറ്റ്സും അതേപോലെ ഡിഫറൻഷിയേഷനും ഒക്കെ കുട്ടികൾ ക്ലാസ് 10th തന്നെ പഠിക്കും. അപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് JEE പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ക അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ലോഗരിതമാണ്. ഇപ്പോൾ ലോഗരിതം എന്നുള്ളത് ഇപ്പോൾ ക്ലാസ് 12th കുട്ടികൾ പഠിക്കുന്നില്ല. അപ്പം ഒരു സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലോഗരിതം ഒന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ 10th തന്നെ പഠിപ്പിച്ച് ഏറ്റവും മിടുക്കരായിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, വിടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെൽക്കം കിറ്റിലുള്ളത്. അക്കാഡമിക്കലി നോക്കുമ്പോൾ നമ്മുടെ ബുക്സ് എല്ലാം സെറ്റാണ്, നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തവണ നിങ്ങളുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ പ്ലാനറും അതോടൊപ്പം നമ്മുടെ ഗിഫ്റ്റുകളും നിങ്ങളെ ഡ്രീം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഷീറ്റുകൾ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒരു വെൽക്കം കിറ്റ് അൺബോക്സിംഗ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ പോസ്റ്റ് ചെയ്യണം, ഞങ്ങൾക്ക് സെൻഡ് ചെയ്യണം. വി ആർ വെയിറ്റിംഗ് ടു സീ ദാറ്റ്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഒരു അക്കാഡമിക് ഇയർ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു തുടക്കം നമ്മുടെ ഒരു വെൽക്കം കിറ്റിലൂടെ നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. സോ താങ്ക്സ് ഫോർ ബീങ് പാർട്ട് ഓഫ് XNY. അതോടൊപ്പം തന്നെ XNYയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ലിങ്ക് പിൻഡ് കമന്റിൽ നിങ്ങൾക്ക് നോക്കാം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. അവിടെ നിങ്ങളുടെ ഇൻഫർമേഷൻസ് നൽകിയാൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും. നിങ്ങളെ വളരെ സീംലെസ്ലി അവർ ഈ പ്രോഗ്രാമിലോട്ട് ഓൺബോർഡ് ചെയ്യും. വീണ്ടും പറയുന്നു, മാർച്ച് 23 നമ്മുടെ ക്ലാസ് 10 സ്റ്റാർട്ട് ചെയ്യാണ്. April 1 നമ്മുടെ ഗ്രേഡ് 10 സ്റ്റേറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ April 6 8th 9th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. April 20 6th 7th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ചസിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെൽക്കം കിറ്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് വി ആർ ഈഗർലി വെയിറ്റിംഗ് ടു എന്താ പറയുക, ഇതിൽ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അവർ ടീം ഈസ് വർക്കിംഗ് വെരി വെരി ഹാർഡ്. എല്ലാം നിങ്ങളുടെ വീടുകളിൽ ഉടനെ തന്നെ ഏതാനും ദിവസങ്ങൾക്കകം എത്തിച്ചേരും. ഓക്കെ, സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. താങ്ക് യു.